पति ब्रह्मचारी। सूरज ചേട്ടാ सूरज ജാനകിമായി അവന്റെ അവസ്ഥ ഒന്ന് നോക്ക്. അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ജാനകിമായി അങ്കിളുടെ ഭാഷ വിടില്ല. അമ്മ എങ്കിലും ഈ ഭാഷ ഒന്ന് കളയ്. അവരെ രണ്ടുപേരും ഒന്ന് അകത്തേക്ക് വിളിക്ക്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കഴിയാനൊന്ന് അനുവദിക്കും. പക്ഷെ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എനിക്ക് മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല. എന്റെ സൂരജിന്റെ ഭാര്യയും എന്റെ മരുമകളും നീ മാത്രമായിരിക്കും. നീ മാത്രം. അതൊക്കെ സംഭവിക്കണമെങ്കിൽ ആദ്യം അവൻ ജീവനോടെ ഇരിക്കണ്ടേ? സൂരജ് അമ്മായി പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. അവരെ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കും പ്ലീസ്. അവരെ വീട്ടിൽ കഴിയാനൊന്ന് അനുവദിക്കുക. സൂരജ് ഈ പെണ്ണെന്നും എനിക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പൊ എന്റെ മോനെ കൂടെ സങ്കടത്തിലാക്കാൻ അവന്റെ ജീവിതത്തിൽ കൂടി വന്നിരിക്കുക. ശരി, ഇവര് രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അമ്മയെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ചേട്ടത്തി. അവരെ മരുമോളാണ്ടി സ്വീകരിച്ചോ? സൂരജ് 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 താങ്ക് യു അച്ഛാ. എന്നെ സൂരജിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന് സ്വയം ഭഗവാനാണെന്ന് വിചാരിച്ച് എനിക്ക് ശിക്ഷ വരാൻ വേണ്ടി അച്ഛനൊരു തീരുമാനം എടുത്തില്ലേ? പക്ഷെ ഭഗവാൻ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായി മാറ്റി. സൂരജിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അച്ഛന്റെ തീരുമാനമായിരുന്നു. പക്ഷെ ഈ ബന്ധം നിലനിർത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അതിങ്ങനെ കമ്പനിയുടെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്താണല്ലോ. പിന്നെ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ വന്നേ? ആരാ സ്റ്റേ കൊടുത്തിരിക്കുന്നേ? ഗുലാബ് മോനെ, പറയൂ പുരുഷോത്തമൻ സാർ. ഗുലാബ് സിംഗ്, എന്റെ മോൻ വളരെ പിടിവാശിയില്ല. അവൻ വിവാഹം കഴിക്കുമെങ്കിൽ ഇഷയെ മാത്രമേ കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. ഇപ്പോ ഞാൻ അവൻ എന്ത് മറുപടിയാ കൊടുക്കണ്ടേന്ന് പറ. പുരുഷോത്തമൻ സാറേ, ഗുലാബ് സിംഗിന്റെ വാക്ക് കരിങ്കല്ലിൽ വരച്ച വര പോലെയാ. പറഞ്ഞതുപോലെ ഇഷ നിങ്ങളുടെ മകനെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇതെന്റെ വാക്കാ. ഞാൻ 35 വർഷമായി രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഗുലാബ് സിംഗ്. ഒരാളുടെ ശബ്ദം കേട്ടാൽ തന്നെ അതിന്റെ ഉറപ്പ് എനിക്ക് മനസ്സിലാവും. തന്റെ ശബ്ദത്തിൽ മുമ്പ് കണ്ടത്ര ആത്മവിശ്വാസം ഞാൻ കാണുന്നില്ല. വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്ക് നിൽക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയൂ. പുരുഷോത്തമൻ സാറേ, ഞാൻ പറയുന്നത് എന്റെ മോൻ അവള് കാരണം നാണം കെട്ട് നിൽക്കുക. അവള് കാരണം ഇപ്പൊ ആരുടെയൊക്കെ മുന്നിലാ ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നത്. അച്ഛാ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഗവൺമെന്റിന്റെ ചില പുതിയ നയങ്ങൾ കാരണം ദിവാസ് കട്ടിലുള്ള പുതിയ പ്ലാന്റ് ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോ ഡൽഹിയിലുള്ള ആരെങ്കിലും പിടിക്കേണ്ടി വരും. ചേട്ടത്തി, ഇത് വാങ്ങും. വാസ്തവത്തിൽ മരുമകൾ നേരത്തെ തന്നെ ഗൃഹപ്രവേശം നടത്തിയതാ. എന്നാലും അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു.
അതൊക്കെ ഇന്ന് ചേട്ടത്തി തന്നെ നിർവഹിക്കുന്നതാണ് നല്ലത്. എൻ്റെ സൂരജിന് വേണ്ടി തൽക്കാലം നിനക്ക് സ്ഥാനം തരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും നിനക്ക് സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. ഇന്നു മുതൽ ഈ വീടാ എൻ്റെ ലോകം, എൻ്റെ ഗോപാലകൃഷ്ണ. ഇന്നു മുതൽ ഈ വീട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും എൻ്റേതാ. ഞാൻ ഇതിനെല്ലാം ആത്മാർത്ഥതയോടുകൂടി നിലനിർത്തും. ഞാൻ ഈ വിവാഹബന്ധം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും പരിപാലിക്കും. കാരണം എന്നെ ഒരിക്കലും കൈവിടാത്ത ഒരു പുരുഷനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ അച്ഛനെ പോലെ ബന്ധങ്ങളെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നവനല്ല. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവൻ രോഹനെ പോലെ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അതുകൊണ്ട് ഞാൻ സൂരജിനെ മനസ്സുകൊണ്ട് എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വരൂ മോളെ, വരൂ. ഈ കുട്ടി ഗോപാലകൃഷ്ണനെ നീ കയ്യിൽ തന്നെ വെച്ചോ. ഇനി എത്ര വലിയ വിഷയമായിരുന്നാലും ഇദ്ദേഹം നിന്റെ ഒപ്പം ഉണ്ടാവും. സന്തോഷമായിരിക്കെ. അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. വേറൊരു വഴിയും ഇല്ലാതിരുന്നപ്പോ ഈ കൃഷ്ണൻ തന്നെയാ വഴി കാണിച്ചത്. അകത്തേക്ക് കൊണ്ടുപോ മരുമോളെ. ഇവനെയും കൊണ്ടുപോയി കിടത്ത്. പിന്നെ എന്റെ മനുഷ്യത്വത്തെ ആരും ബന്ധങ്ങളോടുള്ള കടപ്പാടായി തെറ്റിദ്ധരിക്കരുത്. അല്ല അമ്മേ, ആ മഹാറാണി എന്തായാലും ഗൃഹപ്രവേശം നടത്തിയല്ലോ. നിങ്ങളുടെ മരുമകളാവുകയും ചെയ്തു.
ഞാൻ എന്താ പറഞ്ഞേ? ഈ വീട്ടിലെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. എന്റെ മനസ്സിൽ ഒരിക്കലും അവൾക്ക് സ്ഥാനം കൊടുക്കില്ല. ഈ ജന്മത്തിൽ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് സുഖിക്കാന്ന് അവൾ ഒരിക്കലും വിചാരിക്കണ്ട. അത് നടക്കില്ല. കാവ്യ, റിയ, നിങ്ങളിത് മരുമോൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറയും. ഇതൊക്കെ അമ്മയുടെ സാരികളല്ലേ? അതിനാ മഹാറാണി ഈ പഴയ സാരികളൊക്കെ ഉടുക്കോ? ഈ സാരി എന്തായാലും നിനക്കല്ലല്ലോ, ഇഷയെടുത്തിക്കല്ലേ. ഓക്കെ, ഒരു അക്ഷരം കൊണ്ടെടുത്ത് കൊണ്ടുപോ. അച്ഛാ, അമ്മ പോയതിനു ശേഷം ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ ഇതൊക്കെ പുറത്തെടുത്തിരിക്കുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാൾ ആത്മാഭിമാനത്തോടും സത്യസന്ധതയോടും നടന്നു കാണുന്നത്. എന്തോ ഇഷയിൽ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്നു. അതുപോലെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവൾ ഈ വീടിനെ പഴയ ഐശ്വര്യമുള്ള വീടാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ധൈര്യമായിട്ട് പറയൂ, നിങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ? ഇല്ല ഇൻസ്പെക്ടർ സർ, ഇതെന്റെ സ്വന്തം ആൾക്കാരാ. ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാ. എന്റെ ഇഷ്ടത്തോടെ തന്നെയാ ഇവിടെ ഇരിക്കുന്നത്. അച്ഛന് വേണ്ട പാവക്കുട്ടി. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിന് തല കുലുക്കി സമ്മതിക്കുന്നവളാ. ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. അങ്ങനെ എന്റെ ആത്മാഭിമാനം ഞാൻ ആർക്കു മുന്നിലും പണയം വെക്കില്ല. പക്ഷെ എനിക്കൊരു സംശയം. ഞാനിനി എന്റെ പ്രതീക്ഷകളുടെ ഭാരം കൂടി ആ കുട്ടിയുടെ തലയിൽ വെച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുകയാണോ? സ്വാർത്ഥനാവുകയാണോ? അല്ല, ഒരിക്കലും അല്ല അച്ഛാ. ഇങ്ങോട്ട് വന്നേ. അച്ഛനെ പോലൊരു മനുഷ്യന് ഒരിക്കലും സ്വാർത്ഥനാകാനേ പറ്റില്ല. പിന്നെ ഈ തീരുമാനം ഇഷയേട്ടത്തി എടുത്തതല്ലേ. അവർക്ക് വേണമെങ്കിൽ പോവായിരുന്നല്ലോ. പക്ഷെ അവർ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഏട്ടനും സ്വീകരിക്കുകയല്ലേ ചെയ്തത്. അച്ഛൻ ചെയ്തത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണെങ്കിൽ സത്യം പറഞ്ഞ സൂര്യചേട്ടന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. പക്ഷെ പറയാൻ പറ്റത്തില്ല, ഇതിലൂടെ ചിലപ്പോ നമുക്ക് പഴയ സൂര്യചേട്ടനെ തിരിച്ചു കിട്ടിയാലോ. ഈശ്വരൻ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ സൂരജിന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകൾ. എന്റെ വിവാഹബന്ധത്തെ ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത്. അയ്യോ എന്റെ ഭഗവാനെ, ഇവളിത് എന്തിനുള്ള പുറപ്പാടാന്ന് അറിയില്ലല്ലോ. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വാതിലൊക്കെ പൊളിച്ചേക്ക്. വിദ്യ, മോളെ, അയ്യോ. പാവം വിദ്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. വിദ്യ, ഇഷ, അരുത്. നീ ഇപ്പൊ ഉറങ്ങാൻ പാടില്ല. നിനക്ക് സൂരജിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളതാ. സൂര്യൻ, ഇതിപ്പോ ബാൻഡേജ് ചേഞ്ച് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ആവും. എന്ത് ചെയ്യും?
ഇവന് തൊടാത്ത ബാൻഡേജും മാറ്റണം, ചോരയും തുടയ്ക്കണമല്ലോ. ഈ ബ്രഹ്മചാരിയുടെ ബ്രഹ്മചാരിയാണെങ്കിൽ പെണ്ണുങ്ങളൊന്ന് തൊട്ടാ തീരുന്നതാ. എന്താ ചെയ്യാ? गजब है कहानी, गजब है फसाना है रिश्ता ये कैसा किसी ने न जाना। अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां ये कारवां। एक है ज़मीन एक है दोनों ही है दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, അയ്യോ നിങ്ങൾ ഇവിടെ എന്തെടുക്കോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെ തുടരുത്, പോ. ഞാൻ തൊട്ടിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ. എന്തോന്ന് വെറുതെ? എന്റെ ബ്രഹ്മചര്യത്തിന് പുറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? പോ. പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അയ്യോ, അങ്ങനൊന്നും ഇല്ല. എനിക്ക് നിന്റെ ബ്രഹ്മചര്യം നശിപ്പിച്ച് പ്രതികാരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോ ഇത് എന്ത്? എനിക്കെല്ലാം അറിയാം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ശ്രമിച്ചോളൂ. അവസാന ശ്വാസം വരെയും എന്റെ ബ്രഹ്മചര്യം ഞാൻ ഒരിക്കലും വിട്ടുതരില്ല, പറഞ്ഞേക്കാം. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? പ്ലീസ് മാറി നിൽക്കും. എപ്പോ നോക്കിയാലും എന്റെ പുറകെ എങ്ങനെ നടന്നോളൂ, എന്നെ ഇല്ലാതാക്കാൻ. അയ്യേ, അതെ സൂരജ്, സൂരജ് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബ്രഹ്മചാരിന്നല്ല, ദുരാചാരി എന്നാ വിളിക്കേണ്ടേ. ദേഹവും മറിച്ചുള്ള പോക്ക്. ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? പൃഥ്വിരാജോ അത് ടൊവിനോയോ? ഇവന്റെ ഒക്കെ പുറകെ നടക്കാൻ മാത്രം. വിദ്യ, നീ ഇതെന്താ ചെയ്തത്? വിദ്യ മോളെ, എന്താ മോളെ? എന്താ ചെയ്യുന്നു മോളെ? നീ കുറച്ച് വെള്ളം പോയി എടുക്ക. മോളെ വിദ്യ, പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. മിണ്ടാതിരിക്കും. ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. മിണ്ടാതിരുന്നോണം. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു മോളെ? നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവരെ വീണ്ടും വീട്ടിലേക്ക് കയറ്റിയത്. അല്ലെങ്കിൽ എന്ത് വന്നാലും അവളെ ഞാൻ വീട്ടിൽ കയറ്റില്ലായിരുന്നു. നീ എന്തിനാ? കാരണം എനിക്ക് സൂരജ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യായിരുന്നു. എന്നാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തിയുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് കാണാൻ വയ്യ അമ്മായി. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. നീ എന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അതിൽ കാണുന്നില്ലേ? ഇതിന്റെ ഇരട്ടിയിലധികമാണ് എനിക്ക് അവളോടുള്ള വെറുപ്പ്. അവൾ അവളുടെ വീട്ടിൽ വെച്ച് എനിക്ക് തന്ന വേദനകളുണ്ടല്ലോ, അതിന് ഓരോന്നിനും ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും. എന്തായാലും നീ ഒന്ന് സമാധാനിക്കേ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടോ, അവള് സ്വയം ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. ആ പണക്കാരിയായ അഹങ്കാരി പെണ്ണ് ഇന്ന് വരെ സരളയുടെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിന്റെ കണ്ണീരാണ് സത്യം. ഇനി എന്റെ മറ്റൊരു മുഖം അവള് കാണാൻ പോകുന്നത്. അമ്മായി അമ്മയായി അവളെ സ്വൈര്യമായി ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുപോലെ മരിക്കാനും അനുവദിക്കില്ല. 5 ദിവസം, വെറും 5 ദിവസം. അത് കഴിഞ്ഞ് അവൾ ഇവിടുന്ന് ഓടുന്നത് നീ കണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോ? നീ വേണമെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് വാ. അതിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതി തരാം. എൻ്റെ സൂരജിനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഈ വിദ്യ ആയിരിക്കും. നിന്റെ കഴുത്തിലായിരിക്കും അവൻ താലി കെട്ടുന്നത്. നിന്റെ നെറ്റിയിലായിരിക്കും അവൻ സിന്ദൂരം തൊടിയിക്കുന്നത്. ഞാൻ തന്നെയായിരിക്കും നിന്റെ ഗൃഹപ്രവേശം നടത്തുന്നതും. അതെ, നീ ചുമ്മാ നോക്കിക്കോ.
അതിനിപ്പോ ആ പെൺകുട്ടിയോട് നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നേ? അമ്മേ, അമ്മേ, ഈശ, ഈശ, എന്തായി കാണിച്ചേ? ഈ വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കാതിരിക്കുന്നവരോട് ഗുഡ് മോർണിംഗ് പറയുന്നത് ഇങ്ങനെയാണ്. നേരം വെളുത്തിട്ട് കുറെ നേരം ആയി മാഡം, എഴുന്നേൽക്ക്. മോണിക്ക നിന്നെ ഉണർത്തിയ രീതി തെറ്റ് തന്നെയായിരിക്കാം. പക്ഷെ ഈ വീട്ടിലെ മരുമക്കള് രാവിലെ 5 മണിക്ക് മുന്നേ എഴുന്നേക്കണം. ആണുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ തീർക്കാറുമുണ്ട്. മനസ്സിലായോ? എഴുന്നേറ്റോ, സമയായി. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എനിക്കറിയാം ഇവിടെ കഴിഞ്ഞുകൂടുന്ന അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞാൻ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹലോ മഹാറാണി. ഈ വീട്ടിലെ മരുമക്കളൊക്കെ രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കും. പിന്നെ ആണുങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ മൊത്തം തീർക്കും. മനസ്സിലായോ നിനക്ക്? എഴുന്നേറ്റോ, എന്നിട്ട് വാ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്നാ ഇത് പിടിച്ചോ. അല്ല ചേട്ടത്തി, ബക്കറ്റൊക്കെ എന്തിനാ? ബക്കറ്റും കൊണ്ട് പോയാലല്ലേ ടോയ്ലറ്റിൽ ക്യൂ നിൽക്കാൻ പറ്റൂ. വാട്ട്? അപ്പൊ ഈ വീട്ടിലെ ടോയ്ലറ്റ് ഒന്നും ഇല്ലേ? മഹാറാണി, ഇത് നിങ്ങളുടെ രാജകൊട്ടാരമൊന്നും അല്ല, ഇത് പാവപ്പെട്ടവരുടെ കുടിലാ. അപ്പൊ ടോയ്ലറ്റ് ഒക്കെ കോമണാ. പൊയ്ക്കോ. ഇത് നമ്മുടെ സൂരജിന്റെ ഭാര്യയല്ലേ? ഏയ്, എന്തിനാടി തള്ളുന്നേ? അകത്ത് കയറി ഇവര് പുറത്തു വരണ്ടേ, എന്നാലല്ലേ ക്യൂ മുന്നോട്ട് നീങ്ങും. അതേ ചേട്ടത്തി, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ മണിക്കൂറുകളാകും നിങ്ങൾ ഇറങ്ങാൻ. നിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് വാ അടയ്ക്കുന്നോ അതോ ഇതുകൊണ്ട് ഞാൻ കുളിപ്പിക്കണോ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ. ആഹാ, നിന്നെ ഞാൻ ഇന്ന് ഓ ഗോഡ്, ഇവിടുത്തെ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. വേറെന്തെങ്കിലും വഴി കണ്ടെത്താം. പുറകിലോട്ട് എങ്ങോട്ടാ മഹാറാണി പോകുന്നേ? മുന്നോട്ട് ചെല്ല്, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ചെല്ല്. ഏതൊക്കെ അതിങ്ങി തന്നേക്കും. ബക്കറ്റ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. ആഹാ, എത്തിയല്ലോ. ബക്കറ്റ് പിടിക്കാനും സഹായിക്കാനും കുറെ ആളുകൾ. കൊള്ളാലോ. ഞാൻ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാ രണ്ടുപേരും 2 വഴിക്ക് ഓടുന്നവരാ. അവിടെ ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ വയ്യ. ചെല്ല്, അമ്മ നിങ്ങളെ രണ്ടുപേരും അടുക്കളയിലേക്ക് വിളിക്കുന്നുണ്ട്. ചെല്ല്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങോട്ട് തള്ളി കേറാൻ നോക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോക്കിക്കോ, ഭയങ്കര രസമായിരിക്കും. ഒന്ന് ക്ഷമിക്ക്. ക്ഷമിച്ചോണ്ട് എത്ര നേരം നിൽക്കും? മര്യാദ നടക്കാൻ. ഓ ഗോഡ്, എന്നെ കൊണ്ട് ഇതൊന്നും കേൾക്കാൻ വയ്യ. എനിക്ക് വേണ്ട. ഹെൽത്ത് ശരിക്കും ശരിയായിട്ടില്ല. അപ്പോഴേക്കും രാത്രി ചുറ്റിയടിക്കാൻ തുടങ്ങി. എന്തായത്? മാത്രമല്ല ചേട്ടത്തിക്ക് വിഷമം. ഓക്കെ, ഇനി അത് പറയില്ല, ജീവിതത്തിൽ പറയില്ല, ഒരിക്കലും പറയില്ല. ഓക്കെ. അല്ല, ഇതാര്? ചേട്ടത്തിയോ? ചേട്ടത്തി നമസ്കാരം. എന്താ ചേട്ടാ? ഞാൻ ചേട്ടനോട് പറഞ്ഞോണ്ട് വരികയായിരുന്നു, ചേട്ടത്തി വിഷമിക്കുമെന്ന്. ശരിയല്ലേ? ഓ സോറി.
നിക്ക്. നിങ്ങള് വീട്ടില് ടോയ്ലറ്റ് എന്താ കിട്ടാത്തെ? എന്റെ വീട് എന്റെ ടോയ്ലറ്റ്, കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ? ഇത് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് മാഡം. നിങ്ങളുടെ രാജകൊട്ടാരമൊന്നും അല്ല. ഇവിടെ ആൾക്കാർ ജീവിക്കല്ല, ജീവിച്ച് തീർക്കുക ചെയ്യുന്നത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് സമയം കളയാതെ ഇവിടുന്ന് പോവാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇല്ല. ഇല്ലേ? എന്നാ ശരി, ഞാൻ സ്വയം കണ്ടുപിടിച്ചോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്. ഞാൻ എന്തായാലും പോവാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സൂരജ്, സൂരജ് നിക്ക്. ഇവ ശരിക്കും ഉറങ്ങാൻ പോയല്ലോ. ശ്ശോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച എന്താ കിട്ടാത്തത്? എടാ കള്ള സൂരജേ, വഴി കിട്ടി എനിക്ക്. എക്സ്ക്യൂസ് മീ, എന്താ? ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? സോറി മാഡം, ഇത് പബ്ലിക് ടോയ്ലറ്റ് ഒന്നുമല്ല. വേറെ എവിടെയെങ്കിലും നോക്കൂ പ്ലീസ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വട്ടുപിടിച്ചിരിക്കുക. ഏത് ഡെലിവറി എങ്ങോട്ട് പോകണ്ടേന്ന് അറിയാതെ വട്ടുപിടിച്ചിരിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്താലോ? ഏ? ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? ആ പ്ലീസ്. ഇതാ കണ്ടോ, ഇവിടെ ഡെലിവറി നമ്പർ വരും. അപ്പോ ഇവിടെ പോപ്പപ്പ് വരുമല്ലോ. അപ്പൊ ആ ബോയ് പറയുന്ന സ്ഥലത്താ ഡെലിവറി ചെയ്യണ്ടേ. ആ അതുപോലെ ഇതാ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇവിടുത്തെ പണി പോയേനെ. എനിക്കാണ് ഈ ജോലി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിലെ എല്ലാ ജോലികളും അറിയാമെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജോലി കയറിയത്. പതിയെല്ലാം പഠിക്കാന്നേ. ഇതിപ്പോ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. അതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഹെൽപ്പ് ചെയ്യാലോ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ പ്ലീസ്? കുഴപ്പമില്ല മാം, ആരോടും പറഞ്ഞേക്കരുത്. തെരുവിലെ ബാക്കിയുള്ള സ്ത്രീകളും കൂടെ വരാൻ തുടങ്ങിയാൽ എന്റെ പണി എന്തായാലും പോയി കിട്ടും. ഞാൻ ആരോടും പറയില്ല, ഉറപ്പാ. എന്നാ ശരി. വാഷ്റൂം ദാഭാത. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇന്നലെ എന്താ വരാതിരുന്നത്? എന്താ എന്നെ കാത്തിരിക്കായിരുന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ. നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നെ സംബന്ധിച്ച് ടൈം വേസ്റ്റാ. അപ്പൊ പിന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം? എന്ത് ചോദിച്ചോ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ആരോ? കാവ്യ, ഇത് ജ്യൂസ് എങ്ങനെ നിന്റെ മുഖത്തൊക്കെ വീണ്? അത് ആക്ച്വലി എന്റെ കാലൊന്ന് വഴുതിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ജ്യൂസ് ആകെ മേത്തോടെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നടക്കണ്ടേ? ശ്രദ്ധിക്കും. ഇതിപ്പോ ഈ രൂപത്തിൽ നിന്നെ ആരെങ്കിലും ഒക്കെ കണ്ടാ അവരൊക്കെ എന്താ വിചാരിക്കുക? സ്വയം ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ ആരവിന്റെ കാര്യങ്ങൾ നല്ലപോലെ നോക്കാൻ പറ്റില്ലെന്ന് കരുതില്ലേ? പറഞ്ഞത് ശരിയാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. സോറി. അതൊന്ന് താഴോട്ടാക്കോ, എക്സസൈസ് ചെയ്യാനുള്ളതാ. നീ എന്തിനാ ചേട്ടത്തൊരു കള്ളം പറഞ്ഞേ? നിന്റെ ദേഹത്ത് ജ്യൂസ് ആക്കിയത് ഞാനാണെന്ന് പറയുന്നില്ല എനിക്ക്. എന്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെയും ചിന്തകളെയൊക്കെ സ്ട്രോങ് ആക്കണമെന്ന്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ്, ഞാൻ ചെയ്തത് എന്റെ ശരി. എന്നാ അന്ന് ഞാൻ കാരണം നിനക്ക് മുറിവ് പറ്റി. സോറി. അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഹാഷയെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്,
ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുല്യരായ ആളുകൾ തമ്മിലാണ് വേണ്ടത്. ഞാൻ ഈ ബന്ധം ഒരു കെയർടേക്കറും മുതലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എക്സസൈസ് ചെയ്താലോ സർ? രാത്രി മുഴുവൻ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നോ എന്തോ, എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഇവിടെ ഈ റൂമിൽ എങ്ങനെ സാരി ഉടുക്കാനാ? എന്താ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്താ മര്യാദക്ക് സാരി ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ? അല്ലെങ്കിൽ നീ ഒന്ന് പുറത്തു പോ, വേഗം ആവട്ടെ. മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി ഓരോന്നും. സൂരജ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഓക്കെ, ഇങ്ങോട്ട് വരണ്ട. ചിറ്റപ്പ ദാ ചായ. നന്നായി വരട്ടെ മോളെ. മതി 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 മതി, ഒന്ന് നിർത്തി. ചെവി പോയമ്മേ. എന്റെ ചെവി പാടിച്ചു പോകും. എന്റെ ഭഗവാനെ, ഇതേ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പെണ്ണിന് ഈ വീട്ടിൽ ഇടം കൊടുത്തു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇവിടത്തെ അടുക്കളയും വീട്ടുകാര്യങ്ങളും ഒക്കെ നേരത്തെ എങ്ങനെയാണോ നടന്ന അതുപോലെ തന്നെയാ നടക്കുക. നോക്കനിയ, സ്ത്രീകളുടെ കാര്യത്തിൽ നീ തലയിടാൻ വരരുത്. മരുമോളാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഇനിയിപ്പോ അനുഭവിച്ചു. വെറുതെ ഓരോ തലവേദനകൾ. മഹാറാണി ഈ വീട്ടിലെ മരുമകളായിട്ട് കാലെടുത്ത് വെച്ച് വന്നതല്ലേ, അപ്പൊ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതനുസരിക്കേണ്ടി വരും. കൈ കാണിച്ചേ. ചേട്ടത്തി എന്താ ഇത്? നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ നീ തലയിടരുത്. എന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് വേണ്ടതുപോലെ നടത്താൻ എന്നെ ഒന്ന് അനുവദിക്ക. കൈ ഉയർത്തിക്കേ. അങ്ങനെയല്ല, ദേ ഇങ്ങനെ. നീ ഈ വീട്ടിലെ മരുമകളാ, അല്ലാതെ ഏതെങ്കിലും ഫാഷൻ ഷോയിലെ മോഡലല്ല. നീ ഇത്രയും നഖം വളർത്തിയിട്ടാണോ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്? നഖം വെട്ടിക്കേ. നഖം വെട്ടാൻ. മോളെ, എന്താ കൈക്ക് പറ്റിയത്?
എവിടെ നോക്കട്ടെ. ചോര വന്നല്ലോ. എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്? ഡ്രൈവറുടെ കൂടെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ട് വാ. ചെല്ലേ. എന്നോട് ക്ഷമിക്കണം മുതലാളി. നിനക്കറിയാവുന്നല്ലേ, പാവക്കുട്ടിയുടെ ദേഹത്തൊരു പോറൽ സംഭവിച്ചാൽ പോലും അത് ചെയ്തവന്റെ കൈ ഒടിക്കുന്നവനാ. അബദ്ധം പറ്റിയതാ സാറേ. അബദ്ധമല്ല, തെറ്റാണ്. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എനിക്ക് മാപ്പ് തരണം മുതലാളി. ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല മുതലാളി. സുമേ, അവളുടെ കൈ പിടിച്ചേ. അയ്യോ വേണ്ട മുതലാളി, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. എനിക്ക് മാപ്പ് തരണം. അവളുടെ നഖത്തിനോടൊപ്പം മാംസം കുടുങ്ങി പോരട്ടെ. മുതലാളി അങ്ങനെ ചെയ്യരുത്. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അരുത്. നഖം മുറിക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തോളാം. ഇതുകൊണ്ട് അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്ക് നഖം വെട്ടാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് നഖം വെട്ടാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. അയ്യോ വേണ്ട, പ്ലീസ് അങ്ങനൊന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ് കട്ട് ചെയ്യരുത്. ഈ വീട്ടിലെ മരുമകളാകണ്ടേ നിനക്ക്? എങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. ഇവിടത്തെ നിയമങ്ങളൊക്കെ നീയും അനുസരിക്കണം. അത് കട്ട് ചെയ്യരുത് പ്ലീസ്. അച്ഛാ, ഈ ചപ്പാത്തി എന്തിനു ഹാർഡാ? എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആരായി ചപ്പാത്തി ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കിയത് മുതലാളി. കുറച്ച് ധൃതി കാരണം നെയ് പുരട്ടാൻ മറന്നുപോയി, അത്രേ ഉള്ളൂ. നീയൊക്കെ എവിടെ നോക്കിയിരിക്കായിരുന്നു? നെയ് പുരട്ടാൻ മറന്നുപോയെന്നു. ഈ ചപ്പാത്തിയാണോ പാവക്കുട്ടി കഴിക്കേണ്ടത്? ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എന്നാലും അമ്മ ഇങ്ങനെ ഇത്രത്തോളം ദുഷ്ടായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ മഹാറാണിയുടെ നഖത്തിന്റെ കൂടെ മാംസവും കൂടെ വലിച്ചെടുത്തോളന്നല്ലോ. എന്റെ ഈശ്വരാ, അമ്മയുടെ ഭയാനകമായ രൂപം ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അമ്മ എന്നാലും എന്നോട് ഇത്രയൊന്നും കാണിക്കാത്തത് മഹാഭാഗ്യം. എടി മഹാറാണി, മരുമകളാകാൻ വന്നതല്ലേ, അപ്പൊ നിന്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ കയ്യിന്ന് വിട്ടേക്ക്. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലെ അടുക്കള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്ക്. ഇന്നിവിടെ എല്ലാരും നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുപോലെ നിങ്ങളൊക്കെ ശരിക്കും കേട്ടോ, എല്ലാം ഇവള് തന്നെ ചെയ്യേണ്ടതാ. എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആരെങ്കിലും ഇവളെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചാൽ, അടുക്കളയിൽ മറ്റാരെങ്കിലും കണ്ടാൽ, പിന്നെ ഇവൾ രാത്രി മുഴുവൻ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കേണ്ടി വരും. എന്റെ ഈശ്വര, എന്തുമാത്രം പാത്രങ്ങളാ! ഇതിൽ ഏതിലാ മൈദ, ഏതിലാ ആട്ട, ഏതിലാ പഞ്ചസാര എന്നൊക്കെ എങ്ങനെ കണ്ടെത്തുന്നേ? ചിലപ്പോ ഇതിലായിരിക്കും.
എന്റെ ഭഗവാനെ, ഞാൻ തോറ്റല്ലോ. അടുക്കളയിൽ കാലെടുത്ത് വച്ചപ്പോ തന്നെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയോ? സോറി, ഞാൻ ഇപ്പൊ തന്നെ വൃത്തിയാക്കി മാറി തരാം. നിൽക്ക്. നീ ഒന്നും ചെയ്യണ്ട. നീ ഒരു കാര്യം ചെയ്താൽ 4 കാര്യം നശിപ്പിക്കും. ആട്ട എപ്പോഴും വലിയ പാത്രത്തിലാ വച്ചിരിക്കുന്നേ. ചായപ്പൊടി ഇടുന്ന പാത്രത്തിൽ ആരെങ്കിലും ആട്ട എടുത്ത് വെക്കോ? ആ, ഒക്കെ വൃത്തിയാക്ക. മഹാറാണി, ഇന്ന് നീ ഉണ്ടാക്കിയ ചപ്പാത്തിയാ ഇവിടെ എല്ലാരും കഴിക്കാൻ പോകുന്നത്. സമയം കളയാതെ വേഗം കാര്യം ചെയ്യും. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഈ വീട്ടിലെ മരുമകളാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം ആട്ട, പിന്നെ വെള്ളം, പിന്നെ 2 കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് പരത്തിയെടുക്കാം. അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, നോക്കാന്ന്. ഇത് ശരിക്കും പാകാവുന്നില്ലല്ലോ. ഓ ഗോഡ്, ഇനിയിപ്പോ ഇതെങ്ങനെ വൃത്തിയാക്കും? ഈ ആട്ടയിൽ ഗ്ലൂട്ടൻ മിക്സ് ആയെന്നാ തോന്നുന്നത്. അതാ ഇത്രയും സ്റ്റിക്കി ആയത്. ആട്ട ഇട്ട് നോക്കാം. ഈ ആട്ട മിക്സ് ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് ഞാനിപ്പോ എങ്ങനെ ചെയ്യും? ഇവര് സ്വയം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ചിരുന്നെങ്കിൽ ഇത് നന്നായിരുന്നു. അപ്പൊ പിന്നെ സൈകിട്ട് വല്യമ്മ തന്നെ ഇവരെ പിടിച്ച് പുറത്താക്കുമല്ലോ. അതാണ് അവർക്കും നല്ലത്, ബാക്കിയുള്ളവർക്കും നല്ലത്. തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു കളഞ്ഞു.